ക്ലിൻ്റ് ഈസ്റ്റ്വുഡ് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ആ സിനിമ അദ്ദേഹത്തിൻ്റെ തലവരെ മാറ്റുമെന്ന്. അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ക്രാഷ് ആവുകയും അദ്ദേഹവും പൈലറ്റും കടലിൽ ചാടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം മൈലുകളോളം അദ്ദേഹം നീന്തിയാണ് രക്ഷപ്പെട്ടത്. ഏകദേശം ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലുള്ള കരാറുകൾ അവസാനിക്കുകയും അദ്ദേഹം സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് തള്ളപ്പെടുകയും ചെയ്തു. ആ സമയത്ത് തൻ്റെ ജീവിതം അവസാനിച്ചു പോയി എന്നും ഇനിയൊരു ജീവിതമില്ല എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നിയിരുന്നതായും മരണം മുഖാമുഖം കണ്ട ആ ഭീകരാവസ്ഥയെപ്പറ്റിയും അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട്. 6 അടിയിൽ കൂടുതൽ പൊക്കമുള്ള ക്ലിൻ്റ് ഈസ്റ്റ്വുഡ് ആ ഒരു രൂപം ഒരു നായകലക്ഷണത്തിന് ചേർന്നതല്ല എന്ന് സ്റ്റുഡിയോ ഓണേഴ്സിന് തോന്നി. ആ സമയങ്ങളിൽ അദ്ദേഹം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിച്ചു. ആദ്യകാല മമ്മൂട്ടി ചിത്രങ്ങളിലൂടെയാണ് ക്ലിൻ്റ് ഈസ്റ്റ്വുഡ് എന്ന പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. നിങ്ങളിൽ പലരും അങ്ങനെ തന്നെയായിരിക്കാം. ജോണി വാക്കർ, ബ്ലാക്ക് എന്നീ സിനിമകളിൽ ക്ലിൻ്റ് ഈസ്റ്റ്വുഡ് റെഫറൻസ് ഉണ്ട്.